പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ സ്പെയിനെതിരെ ഇന്ത്യയ്ക്ക് വെങ്കല മെഡൽ. സ്പെയിനെതിരെ ഇന്ത്യ 2-1 ഇന്ത്യയുടെ വിജയം. മൂന്നാം ക്വാർട്ടറിൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ് ഗോൾ നേടിയത്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാർ കൂടി ചേർന്നുണ്ട്. നിഖിൽ, വളരെ ആവേശകരമായ ഒരു മത്സരം, അതിന് പിന്നാലെ ഇപ്പോൾ ഇന്ത്യ വിജയിച്ചിരിക്കുന്നു, വെങ്കല മെഡൽ നേടിയിരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, വീണ്ടും ഒളിമ്പിക്സിൽ ഇന്ത്യക്കൊരു മെഡൽ കൂടി സ്വന്തമാക്കിയിരിക്കുന്നു. അതും ഹോക്കിയിൽ ഇന്ത്യ വെങ്കല മെഡൽ സ്വന്തമാക്കിയിരിക്കുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം PR ശ്രീജേഷ്. ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ശ്രീജേഷിന്റെ വീട്ടിൽ നിന്ന് പ്രതികരണങ്ങൾ വരികയാണ്. അതിലേക്ക് എന്താണ് ഈ ഒരു സമയത്ത് ഒരു ഒളിമ്പിക് മെഡലിസ്റ്റ് ആയിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ അതിൽ പോലെ ഒരു ഭാഗ്യം എന്താ കിട്ടാനുള്ളത്? ഏറ്റവും വലിയ എന്താ പറയുന്നത്, ശ്രീജേഷിന്റെ ആ ഒരു ഹോക്കിയോടുള്ള പാഷനും ഡെഡിക്കേഷനും ദൈവം കൊടുത്ത ഒരു ട്രൂ റിവാർഡായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. അച്ഛനെന്തോ സന്തോഷം, ആ ഒരു സന്തോഷം എന്താണ്? ഭയങ്കര സന്തോഷം. മാത്രം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചു എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇല്ല, അത് അവന്റെ ഇഷ്ടമല്ല. ഒരിക്കലില്ല. ഇപ്പൊ റിട്ടയർ നന്നായിരുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ഒളിമ്പിക്സിൽ റിട്ടയർ ആയിരുന്നു. നല്ലൊരു അതോടുകൂടി റിട്ടയർ ആണെങ്കിൽ സാധാരണ ഏറ്റവും നല്ല ആവശ്യം നമുക്ക്. സന്തോഷം, വളരെ സന്തോഷം. ഉറപ്പായിട്ട് ഹലോ, ഈ മത്സരം തുടങ്ങിയതുപോലെ അമ്മ നല്ല പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥനയാണല്ലോ ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. ദൈവാനുഗ്രഹമാണ് എന്നാ തന്നെ പറഞ്ഞ വിവരങ്ങൾ പറഞ്ഞു. ഏതായാലും ഇവിടെ കാനഡയിൽ നിന്ന് വന്ന് റിട്ടയർമെന്റ് കളി കാണാൻ വേണ്ടിയിട്ടാണ്. ആ സന്തോഷത്തിൽ അവർക്ക് വളരെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ സന്തോഷം. ദൈവത്തിന് വളരെയധികം സന്തോഷം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീട്ടിൽ വന്ന് ആദ്യമായിട്ടാണ് ഗെയിം കാണുന്നത്. അതിങ്ങനെ സക്സസ്ഫുൾ ആയതിൽ വളരെയധികം സന്തോഷം. ഹോക്കി സ്റ്റിക്കിലടക്കം നിങ്ങളുടെ ഫോട്ടോകൾ ഉണ്ടായിരുന്നു. ആ സ്റ്റിക്കിൽ പേര് ചെയ്തിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ അഭിമാന താരം, ഇന്ത്യയുടെ അഭിമാന താരമായി മാറിയ PR ശ്രീജേഷിൻ്റെ കുടുംബമാണ് ഇപ്പോൾ ആ ഒരു സന്തോഷം കൂടുതലായി മാധ്യമങ്ങളോട് പങ്കുവച്ചത്. നിഖിൽ കുമാർ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. നിഖിൽ, ഇത്തരത്തിലാണ്, വളരെയധികം സന്തോഷമാണ് ഭാരതം ഒട്ടാകെ, പ്രത്യേകിച്ചും കേരളത്തിനും എടുത്തു പറയേണ്ട ഒരു അഭിമാന നിമിഷം തന്നെയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഈ പറഞ്ഞതുപോലെ തന്നെ PR ശ്രീജേഷിൻ്റെ മലയാളി താരമായ ഇന്ത്യൻ ഗോൾ കീപ്പർ, അതായത് ഇന്ത്യയുടെ ഗോൾ വലയുടെ കാവൽക്കാരൻ PR ശ്രീജേഷിൻ്റെ അവസാന അന്താരാഷ്ട്ര മത്സരമായിരുന്നു. ഈ മത്സരത്തോടുകൂടി ശ്രീജേഷ് വിരമിക്കുകയാണ്. അങ്ങനെ അവസാന മത്സരത്തിൽ ഒരു ഒളിമ്പിക്സ് മെഡൽ നേടിക്കൊണ്ട് PR ശ്രീജേഷ് ഹോക്കിയിൽ നിന്ന് വിട പറയുകയാണ്. ഇനി മത്സരത്തിലേക്ക് വന്നാൽ ഇന്നത്തെ മത്സരത്തിൻ്റെ 30-33 മിനിറ്റുകളിൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ് ഇന്ത്യക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. 18-ാം മിനിറ്റിൽ പെനാൽറ്റി സ്ട്രോക്കിൽ നിന്ന് മാർക്കസ് മിറാലസ് സ്പെയിനെ ആദ്യം മുന്നിലെത്തിക്കുകയായിരുന്നു. പിന്നീടാണ് 30-33 മിനിറ്റുകളിൽ നായകനായിട്ടുള്ള ഈ ഒരു സീസണിലുടനീളം മികച്ച പ്രകടനം പുറത്തെടുത്ത, അതായത് 10 ഗോളുകൾ ഈ ഒരു ഒളിമ്പിക്സിൽ പാരീസ് ഒളിമ്പിക്സിൽ മാത്രം 10 ഗോളുകൾ നേടിയ ഇന്ത്യയുടെ നായകൻ, ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ച ഹർമൻപ്രീത് സിംഗ് ആണ് ഇന്ത്യക്ക് വേണ്ടി ഇന്നത്തെ 2 ഗോളുകളും സ്വന്തമാക്കിയത്. അങ്ങനെ 10 ഗോളുകൾ താരം ഈ ഒരു ഒളിമ്പിക്സിൽ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 30-33 മിനിറ്റുകളിലെ ആ ഒരു ഗോൾ നേട്ടത്തോടെ ഇന്ത്യ 2-1 സ്പെയിനെ മറികടന്നുകൊണ്ട് ഈ ഒരു ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ PR ശ്രീജേഷ് എന്ന മലയാളി താരത്തിന് ഒരു ഒളിമ്പിക്സ് മെഡലോടുകൂടി അദ്ദേഹത്തിന് തല ഉയർത്തിക്കൊണ്ട് അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിട പറയാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ ഈ ഒരു സീസൺ നോക്കിയാൽ വളരെ മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്. ഒരു ഘട്ടത്തിൽ സ്വർണവും വെള്ളിയും ആ ഒരു ഘട്ടത്തിലേക്കൊക്കെ ഇന്ത്യ പോയിരുന്നെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് വെങ്കല മെഡലിന് വേണ്ടിയുള്ള ആ ഒരു പോരാട്ടത്തിന് ഇന്ത്യ ഇന്ന് ഇറങ്ങുന്ന ഒരു കാഴ്ചയുണ്ടായത്. അങ്ങനെ
ഇന്ത്യ ഒരു വെങ്കല മെഡൽ സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ ഒളിമ്പിക്സിലെ മൂന്നാമത്തെ വെങ്കല മെഡലാണ്. തുടർച്ചയായ രണ്ടാം വെങ്കല മെഡലാണിത്. കഴിഞ്ഞ ഒളിമ്പിക്സിൽ നമ്മൾ കണ്ടതാണ് PR ശ്രീജേഷിന് കീഴിൽ ഇന്ത്യ ഇറങ്ങി. PR ശ്രീജേഷ് മുന്നിൽ നിന്ന് നയിച്ച ഒരു ഒളിമ്പിക്സ്, ആ ഒരു ഒളിമ്പിക്സിലും ഇന്ത്യക്ക് വെങ്കല മെഡലാണ് സ്വന്തമായത്. ഈ തുടർച്ചയായി വീണ്ടും ഒരു പാരീസിലേക്ക് വരുമ്പോൾ പാരീസിലും ഇന്ത്യൻ ഹോക്കി ടീം വെങ്കല മെഡൽ നേടിയിരിക്കുന്നു. അങ്ങനെ തുടർച്ചയായ രണ്ടാം വെങ്കല മെഡൽ. PR ശ്രീജേഷിനെ സംബന്ധിച്ച് ഒരു മലയാളി താരം എന്നതിലുപരി ഒരു ഇന്ത്യയുടെ ഗോൾ വല കാക്കുന്ന ഒരു താരം. അദ്ദേഹത്തിന് ഇതിലും വലിയൊരു പടിയിറങ്ങലിൽ ഇതിലും വലിയൊരു സമ്മാനം ലഭിക്കാനില്ല. അങ്ങനെ ഒരു ഒളിമ്പിക്സ് മെഡലോടുകൂടി ഒരു ചാമ്പ്യനായി തന്നെ PR ശ്രീജേഷ് അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് പടിയിറങ്ങുകയാണ്. വിഷ്ണു, യെസ്, അതുതന്നെയാണ് വളരെയധികം ആവേശത്തോടു കൂടി കാത്തിരുന്ന ആ ഒരു നിമിഷം തന്നെയാണ് ഭാരതത്തിന് ഉണ്ടായത്. വെങ്കല മെഡൽ നേട്ടത്തിൽ ഭാരതം എത്തിയിരിക്കുന്നു. ജിജീഷ് കൂടി ചേർന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ജിജീഷ, എത്രത്തോളം ആവേശമാണ് അവിടെ ഉള്ളത്? വലിയ ഒരു ആഹ്ലാദ നിമിഷങ്ങളിലൂടെ തന്നെയാണ് ഇവിടെ കടന്നു പോകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ അവിടെ കാണാൻ കഴിയും. അവരുടെ പ്രതികരണങ്ങളിൽ തന്നെ ആ ഒരു വലിയ ആഹ്ലാദത്തെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. ഇവിടെ പടക്കം പൊട്ടിക്കുന്നു, മറ്റ് ആഹ്ലാദങ്ങൾ അലതല്ലുകയാണ് എന്ന് തന്നെ പറയാം. കാരണം വീണ്ടും ഒരു വെങ്കല മെഡൽ രാജ്യത്തിലേക്ക് ശ്രീജേഷ് കൊണ്ടുവന്നിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇവിടെ അയൽക്കാരും കുടുംബാംഗങ്ങളും അടക്കം വലിയ ഒരു ആളുകൾ തന്നെ എത്തിയിരുന്നു ഈ ഒരു മത്സരം കാണാൻ വേണ്ടി. അവരെല്ലാം ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത്. അവസാന നിമിഷം വരെയും ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇത്തരത്തിൽ ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരുന്ന ചരിത്ര മത്സരത്തിന് ഒടുവിൽ PR ശ്രീജേഷിന്റെ മികച്ച കളി പുറത്തെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിലൂടെ മികച്ച സേവുകളിലൂടെ രാജ്യം വീണ്ടും അഭിമാന നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ വിജയം ഇന്ത്യക്ക് ഒപ്പമായിരിക്കുന്നു. വെങ്കലമെന്ന വലിയ ഒരു നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ ചരിത്ര വിജയം ഒരിക്കൽ കൂടി ഹോക്കി ടീം ആവർത്തിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പറയാൻ കഴിയും. അതിന്റെ ഒരു ആഹ്ലാദം ഇവിടെ കാണാൻ കഴിയും. ഈ വീട്ടിൽ തുടക്കം മുതൽ തന്നെ ആ ഒരു ആഹ്ലാദത്തിലൂടെ തന്നെയായിരുന്നു അവരെല്ലാവരും തന്നെ കടന്നുപോയത്. ഇപ്പോൾ പടക്കം പൊട്ടിക്കുന്നു, കമ്പിത്തിരികൾ കത്തിച്ചുകൊണ്ടും എല്ലാം തന്നെയാണ് ഈ ആഹ്ലാദ നിമിഷത്തെ ഓരോരുത്തരും വരവേൽക്കുന്നത്. കുട്ടികളടക്കം, മുതിർന്നവരടക്കം, ശ്രീജേഷിന്റെ കുടുംബം, ശ്രീജേഷിന്റെ കുട്ടികൾ, മുതിർന്നവരടക്കം, ശ്രീജേഷിന്റെ കുടുംബം, ശ്രീജേഷിന്റെ കുട്ടികൾ, സഹോദരങ്ങളുടെ കുട്ടികൾ, മറ്റു കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഇതിന്റെ ഭാഗമായി മാറുന്നു എന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാനും കഴിയും. അങ്ങനെ എന്ത് വിജയം രാജ്യം കാത്തിരുന്ന ആ ഒരു ചരിത്ര നേട്ടം, മഹത്തായ വിജയം കുടുംബം പ്രതീക്ഷയോടെ കാത്തിരുന്നു. കാരണം ഇതിന് തൊട്ട് മുമ്പ് പോലും നമ്മളോട് പ്രതികരണങ്ങളിൽ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു ചരിത്ര നിമിഷത്തിന്റെ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്ന കാര്യം. അവർ ആ ഒരു പ്രതീക്ഷകളെല്ലാം തന്നെ അവർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഒരു ചരിത്ര നിമിഷം തന്നെ നമുക്ക് കാണാൻ കഴിയും. യെസ്, ജിജീഷ, തന്നെയാണ് വളരെയധികം ആഹ്ലാദത്തിലാണ് PR ശ്രീജേഷിൻ്റെ കുടുംബം. ഒരുപക്ഷെ നാട് ഒന്നാകെ ആ ഒരു ആഹ്ലാദത്തിൽ പങ്കെടുക്കുകയാണ്. നിഖിൽ കുമാർ ഒന്നുകൂടെ ചേരുന്നുണ്ട്. നിഖിൽ, ഇത്തരത്തിൽ വളരെയധികം ആകാംക്ഷയിൽ കാത്തിരുന്ന ആ ഒരു മത്സരം, അതിൻ്റെ അവസാനം ഭാരതത്തിന് വെങ്കല മെഡൽ നേടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇനിയും വരാനിരിക്കുന്ന നിരവധി മത്സരങ്ങൾക്കുള്ള ഭാരതത്തിൻ്റെ ഒരു വളരെ ഒരു ആത്മവിശ്വാസത്തിന് കരുത്ത് പകരുന്നതല്ലേ ഈ ഒരു വെങ്കല മെഡൽ നേട്ടം? ഒക്കെ നോക്കിയാൽ മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യ ഹോക്കിയിൽ നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒളിമ്പിക്സിൽ, നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വെങ്കല മെഡലാണ് സ്വന്തമാക്കാൻ സാധിച്ചത്. എന്നാൽ ഈ ഒരു ഒളിമ്പിക്സിലേക്ക് വരുമ്പോൾ PR ശ്രീജേഷ് എന്ന താരം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ശ്രീജേഷിൻ്റെ വീട്ടിലെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ശ്രീജേഷിൻ്റെ 335ാമത്തെ അന്താരാഷ്ട്ര മത്സരമായിരുന്നു ഇത്. ഈ ഒരു ഒളിമ്പിക്സിന് പോകുന്നതിന് മുൻപ് ശ്രീജേഷ് പ്രതികരിച്ചപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ ഒരു ഒളിമ്പിക്സിൽ സ്വർണം, കഴിഞ്ഞ വർഷത്തെ ഒളിമ്പിക്സിലെ ആ ഒരു വെങ്കലം ഈ ഒരു ഒളിമ്പിക്സിലേക്ക് വരുമ്പോൾ സ്വർണ്ണമാക്കി തിരിച്ച് വരണം എന്നാണ് തൻ്റെ സ്വപ്നം എന്നുള്ളതായിരുന്നു. പക്ഷേ എന്നാൽ അതിന് സാധിച്ചില്ല. പക്ഷേ എന്നാൽ ഒരു ഒളിമ്പിക്സ് മെഡൽ നേടിക്കൊണ്ട് പടിയിറങ്ങാൻ സാധിച്ചു. ഒരു വെങ്കലമെങ്കിലും, അതായത് ഒരു ഒളിമ്പിക്സ് മെഡൽ, സ്വർണം തേടിയെ ഇറങ്ങിയ ഇന്ത്യക്ക് സ്വർണം നേടാനായില്ലെങ്കിലും ഒരു വെങ്കലം സ്വന്തമാക്കിക്കൊണ്ട് ടീം ഇന്ത്യ മൂന്നാം സ്ഥാനത്ത്, അതായത് ഈ ഒരു ഒളിമ്പിക്സ് ഹോക്കിയിൽ മൂന്നാം സ്ഥാനത്തായി വെങ്കല മെഡൽ നേടിക്കൊണ്ടാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഈ ഒരു ഒളിമ്പിക്സിൽ ലഭിക്കുന്ന 4ാമത്തെ വെങ്കല മെഡലാണിത്. നമ്മൾ നേരത്തെ കണ്ടതാണ്, മനു ഭാക്കറിൻ്റെ ഇരട്ട മെഡലൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ ഒരു ഒളിമ്പിക്സിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക്
ഇത്തവണ ലഭിക്കുന്ന 4ാമത്തെ മെഡൽ കൂടിയാണ്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റ് 2 കാര്യങ്ങളുണ്ട്. ഇന്ത്യക്ക് ഇന്നിനി 2 പ്രധാന മത്സരങ്ങൾ കൂടി നടക്കാനുണ്ട്. ഇന്ന് നമ്മളൊക്കെ ഉറ്റുനോക്കുന്നൊരു പ്രകടനം കൂടി ഇന്ന് രാത്രിയിൽ നടക്കാനുണ്ട്. കാരണം നീരജ് ചോപ്രയുടെ പ്രകടനം ഇന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ഇന്ത്യയുടെ ആ ഒരു ഒളിമ്പിക്സ് മെഡൽ നേട്ടത്തിലേക്കൊക്കെ ആരാധകർ ഒക്കെ ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. എന്തായാലും ഇന്നത്തെ ദിവസത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസത്തിലെ പ്രധാന മത്സരങ്ങളൊന്ന് ഇന്ത്യയുടെ ഹോക്കിയായിരുന്നു. ആ ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കലം സ്വന്തമാക്കാനായി. ഇന്ന് ഇന്ത്യയിൽ നടക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രകടനം ഉള്ളത് നീരജ് ചോപ്ര ഇന്ന് ഇറങ്ങുന്നു എന്നുള്ളതാണ്, ജാവലിൽ ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ സമയം രാത്രി 11:55 മത്സരം നടക്കുക. അതിലും ഇന്ത്യ ഒരു മെഡൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഹോക്കിയിലേക്ക് വന്നാൽ ഹോക്കിയിൽ ഇന്ത്യ തുടർച്ചയായി 2ാം വെങ്കലം, ഒളിമ്പിക്സിലെ 2ാം വെങ്കലം നേടിക്കൊണ്ട് ഇന്ത്യ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. വിഷ്ണു. യെസ് നിഖിൽ, അത് തന്നെയാണ്. ഒരിക്കൽ കൂടി PR ശ്രീജേഷിൻ്റെ വീട്ടിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേർന്നുണ്ട്. ജിജീഷ്, അവിടെ ആഹ്ലാദ പ്രകടനങ്ങൾ അവസാനിക്കുന്നില്ല, വീണ്ടും കൂടുതൽ ആഹ്ലാദ പ്രകടനങ്ങൾ അവിടെ നടക്കുകയാണ്. എങ്ങനെയാണ് നാട്ടുകാരും ഈ ഒരു ആഹ്ലാദത്തിൽ പങ്കുചേരുന്നത്? വിഷ്ണു, എല്ലാവരും വലിയ ഒരു ആഹ്ലാദ തിമിർത്തിൽ തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം, സ്വപ്നം കണ്ട ഒരു വിജയം ഒരിക്കൽ കൂടി സ്വന്തമാക്കിയിരിക്കുന്നു. രാജ്യത്തിന്റെ അഭിമാനമായി അവരുടെ പ്രിയപ്പെട്ട ശ്രീജേഷ് മാറുന്നു എന്നത് അത് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് തന്നെയാണ് അവരെ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ കഴിഞ്ഞു എന്നതിന്റെ ആഹ്ലാദം അവരുണ്ട്. കാരണം ശ്രീജേഷിന്റെ ഭാര്യ അടക്കം പറഞ്ഞത് ഈ ഒരു ശ്രീജേഷിന്റെ വിരമിക്കൽ മത്സരം എന്ന് പറയുന്നത് അത് വിജയിച്ച് കാണണമെന്ന ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു എന്ന കാര്യമാണ്. ഇപ്പോൾ ഇത് ആ ഒരു ആഗ്രഹം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിറവേറ്റാൻ കഴിഞ്ഞു എന്ന കാര്യം അവർ കൃത്യമായി തന്നെ പറയുന്നു. അങ്ങനെ വിരമിക്കൽ മത്സരം വിജയത്തോടുകൂടി, കാരണം അവിടെ ഒരു പരാജയമായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും മനസ്സ് നീറുമായിരുന്നു, സ്വാഭാവികമായും മനസ്സൽപ്പം വേദനിക്കുമായിരുന്നു. എന്നാൽ എല്ലാത്തിനും അതിജീവിക്കുന്ന മത്സര സ്പിരിറ്റോടെ കാണുന്ന ഒരു കുടുംബം, മത്സര സ്പിരിറ്റോടെ മാത്രം കാണുന്ന ഒരു കായിക താരമായ ശ്രീജേഷ്. കാരണം കഴിഞ്ഞ മത്സരങ്ങളിൽ ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ സ്വർണ്ണക്കുതിപ്പിലേക്കുള്ള ആ ഒരു വഴിക്ക് തടസ്സം നേരിട്ടപ്പോൾ പോലും ആ കുടുംബം അങ്ങനെയാണ് പ്രതികരിച്ചത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു മത്സരമാണ്, ഈ മത്സരത്തിൽ വിജയപരാജയങ്ങൾ. യെസ് ജിജീഷ്, അത് തന്നെയാണ്. വളരെയധികം ആഹ്ലാദത്തിലാണ് PR ശ്രീജേഷിൻ്റെ കുടുംബവും നാട്ടുകാരും ഒന്നാകെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയുള്ള ഭാരതത്തിൻ്റെ വിജയങ്ങൾക്കുള്ള ഒരു പ്രചോദനം കൂടിയാവുകയാണ് ഇപ്പോഴത്തെ ഈ ഒരു വെങ്കല മെഡൽ നേട്ടം. പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ സ്പെയിനെതിരെയാണ് ഇന്ത്യക്ക് വെങ്കല മെഡൽ നേട്ടം ഉണ്ടായത്. സ്പെയിനെതിരെ ഇന്ത്യ 2-1 വിജയിച്ചത്. 3ാം ക്വാർട്ടറിൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ് ഗോൾ നേടിയത്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാർ, ശ്രീജേഷിൻ്റെ വീട്ടിൽ നിന്ന് ജിജീഷ് കരുണാകരൻ എന്നിവരാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.